തിരുവനന്തപുരം ഉള്ളൂരിൽ വയോധികയെ കെട്ടിയിട്ട് മോഷണം നടത്തിയ പ്രതി പിടിയിലായിട്ടുണ്ട്. വയോധികയുടെ വീടിനടുത്തുള്ള ബേക്കറി ജീവനക്കാരനായ മധുവാണ് പിടിയിലായത്. തനിച്ച് താമസിക്കുന്ന വയോധികയുടെ വായിൽ തുണി തിരികെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. പ്രതി വീട്ടിലെത്തിയത് ഹെൽമറ്റ് ധരിച്ചെന്നും കട്ടിലിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്നും വയോധികയുടെ അയൽവാസി ശ്യാമള പറഞ്ഞു. ഉഷ കസേരയിലിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഉഷ ഇതൊന്നിട്ട് ചുണ്ടിലൊക്കെ ഇതൊന്നിട്ട് അതും കൂടെ കള്ളം കയറി പിന്നെ എന്നെ ഉപദ്രവിച്ച് എൻ്റെ മാലയെല്ലാം പൊട്ടിച്ചുകൊണ്ട് ഈ മാലയും മോതിരമൊക്കെ എന്നെ പിടിച്ച് വലിച്ചഴച്ച് കട്ടിലിൽ കൊണ്ട് കിടത്തിയിട്ട് കൈയും അതിൽ കെട്ടിയിട്ടിട്ട് എന്നെ ഉപദ്രവിച്ച് മിണ്ടി കഴിഞ്ഞാൽ കൊന്നു കളയുമെന്ന് പറഞ്ഞു. ഒരു കറുത്ത ആൾ മുണ്ടെടുത്തേക്കിന് ഹെൽമെറ്റ് വെച്ചേക്കിന് ഈ പച്ച കളറിലെ ഈ എൻ്റെ ബ്ലൗസിൻ്റെ കളർ പറഞ്ഞിട്ട് ഈ കളറിലെ ഷർട്ട് ഇട്ടേക്കിന്. മനീഷ് മഹിപ്പാലാണ് വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. മനീഷ്, ഞെട്ടിക്കുന്ന വാർത്തയാണ് എന്ന് പറഞ്ഞാൽ അതൊരു കൊലപാതക ശ്രമം ആയിരുന്നോ മനീഷ്? ഹാഷ്മി, നിലവിൽ ഈ ഒരു മോഷണം നടത്തിയത് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ തൊട്ട് താഴെ കട നടത്തുന്ന ആളാണ്. എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ആളാണ്. പുറമെ ശാന്ത സ്വഭാവമുള്ള ആൾ, ആരോടും ഒരു പ്രശ്നത്തിന് പോകാത്ത ആളാണ് മധു എന്നാണ് നിലവിലുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ ഇയാളാണ് ഈ മോഷണം നടത്തിയത് എന്ന് കേട്ടപ്പോൾ പലരും ഞെട്ടുകയാണ്. ഇയാൾ മദ്യപിക്കാറുണ്ട്. ഈ മോഷണം നടത്തുമ്പോഴും മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ബൈറ്റ് തന്നത് പ്രതികരിച്ചത് ശ്യാമള ഈ ബിൽഡിങ്ങിൻ്റെ ഓണറാണ്. അവർ പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 തന്നെ ഈ വീട്ടിലെത്തി ഇയാൾ ഈ രീതിയിൽ മർദ്ദിക്കുകയും കട്ടിലിൽ കെട്ടിയിട്ട് ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ 2:30 ഉഷാകുമാരി വിളിച്ചതനുസരിച്ച് എത്തുമ്പോഴാണ് കയ്യിൽ മുറിവുണ്ട്, ഒപ്പം തന്നെ കാതിലും മുഖത്തുമൊക്കെ തന്നെ ചുണ്ടൊക്കെ വീർത്തിരിക്കുകയാണ്, ഒരുപാട് മുറിവുകളുണ്ട്. മർദ്ദിച്ച് അവശയാക്കി കസേരയിലിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പറയുന്നത്. അങ്ങനെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് കടന്നു പോവുകയായിരുന്നു. ഇയാൾ അതായത് യഥാർത്ഥത്തിലുള്ള ചവിട്ടുപടികൾ കയറിയല്ല ഇയാൾ ഈ വീട്ടിലേക്ക് എത്തിയത്, ബാത്റൂം വഴി മറ്റൊരു ഭാഗത്തൂടെ എത്തുകയായിരുന്നു. പക്ഷേ അവിടെ അതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഹെൽമെറ്റ് വെച്ച ശേഷം ഹെൽമെറ്റ് അവിടെ നിന്ന് എടുത്ത് ഹെൽമെറ്റ് ധരിച്ചാണ് ഇയാൾ എത്തിയത്. ശരിക്കും യഥാർത്ഥത്തിൽ ഈ ആക്രമണം നടത്തുമ്പോഴും അത് തൊട്ട് താഴെ താമസിക്കുന്ന ആളാണ് മധു, തൊട്ട് താഴെ കട നടത്തുന്ന മധു ആണ് എന്ന് ഉഷാകുമാരിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പോലീസിന് കൊടുത്ത മൊഴി. കാരണം ഇയാൾ ഹെൽമെറ്റ് ധരിച്ചത് കൊണ്ട് മുഖത്തൊരു ടവല് കെട്ടിയത് കൊണ്ട് ഇയാളാണെന്ന് മനസ്സിലായിരുന്നില്ല. അങ്ങനെ ഇയാൾ ആക്രമണം നടത്തി ഇയാൾ ശബ്ദം മാറ്റി സംസാരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ശബ്ദം മാറ്റി സംസാരിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് താനൊന്നും മിണ്ടിയില്ല എന്നാണ് പറയുന്നത്. നിലവിൽ ഈ ഉഷാകുമാരിയെ മകളുടെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോയി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നിലവിൽ മകളുടെ കൂടെയാണുള്ളത്. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല. എന്താണെങ്കിലും ഈ മധുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആളുകൾ കേൾക്കുമ്പോൾ ഞെട്ടുകയാണ്. ഇയാൾ ഈ രീതിയിൽ പെരുമാറുന്ന ആളാണോ എന്നാണ് പലരും ആലോചിക്കുന്നത്. നിലവിൽ ഇയാൾ മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾക്ക് മുൻപ് സമാനമായ ഇത്തരത്തിലുള്ള കേസുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പശ്ചാത്തലമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മനീഷ് മഹിപാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വീടിന് അല്ലെങ്കിൽ താമസിക്കുന്നതിന് തൊട്ട് താഴെയുള്ള ബേക്കറിയിലെ ജീവനക്കാരനാണ്. എല്ലാ ദിവസവും കാണുന്ന ആളാണ്. നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണ്. ഒരു പാമ്പ് പിടിച്ചവൻ എന്നുള്ളതാണ് നാട്ടുകാരുടെ നിലപാട്. പക്ഷേ അത്ര പാമ്പ് പിടിച്ചവനല്ല എന്നുള്ളതാണ് ആ വയോധികയുടെ അനുഭവം വ്യക്തമാക്കുന്നത്. ഇയാളുടെ ഇത്തരത്തിലുള്ള പരിപാടികൾ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ, അല്ലേ? അതെ.